എല്ലാവർക്കും നമസ്കാരം. അയോധ്യ ക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാനായി നമ്മുടെ നാട്ടിലുള്ള വിവിധ രാഷ്ട്രീയ നേതാക്കൾക്ക്, കക്ഷികൾക്ക് ഒക്കെ തന്നെ ക്ഷണം ലഭിച്ചിട്ടുണ്ട്. ഇതിൽ BJP ഇതര കക്ഷികളിൽ പലരും അതിൽ പങ്കെടുക്കേണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ നിലപാട് പ്രഖ്യാപിച്ച ഒരു പാർട്ടിയാണ് CPM. CPMൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അതിൽ വന്നിട്ടുണ്ട്. ശ്രീ സീതാറാം യെച്ചൂരിയുടെ സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. ഇതിലവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം എന്നത് മതവിശ്വാസം എന്നത് വ്യക്തിപരമായിട്ടുള്ള ഒരു ചോയ്സാണ് എന്നും അതുകൊണ്ട് തന്നെ അതിൽ സ്റ്റേറ്റിന് പ്രത്യേകിച്ച് യാതൊരു വിധത്തിലുള്ള താല്പര്യവും ഉണ്ടാകാൻ പാടില്ല എന്നുമാണ്. എന്നാൽ നമ്മൾ കുറച്ച് വർഷം പുറകോട്ടൊന്ന് പോയാൽ അയോധ്യ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയുടെ വിധി വരുന്ന സമയത്ത് CPMൻ്റെ പ്രസ്താവന എന്തായിരുന്നു? ഈ ഒരു തർക്കം പരിഹരിക്കപ്പെടേണ്ടതാണ് എന്ന കാര്യത്തിൽ പാർട്ടിക്ക് അഭിപ്രായ ഭിന്നതയുണ്ടായിരുന്നില്ല. എന്നാൽ സുപ്രീം കോടതി വിധിയിലെ പല പരാമർശങ്ങളും ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് എന്നായിരുന്നു CPMൻ്റെ അഭിപ്രായം. അവരുടെ വെബ്സൈറ്റിൽ അന്നത്തെ അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പോഴും ലഭ്യമാണ്. പിന്നീട് ചാനൽ ചർച്ചകളിൽ ഉൾപ്പെടെ പങ്കെടുത്ത പല CPM നേതാക്കളും ആ അഭിപ്രായ ഭിന്നതയ്ക്കുള്ള കാരണം കൂടി വ്യക്തമാക്കിയതാണ്. അത് ഒരു മതവിഭാഗത്തിൻ്റെ ആരാധനാലയത്തിനെ തകർത്തുകൊണ്ട് മറ്റൊരു മതവിഭാഗത്തിൻ്റെ ആരാധനാലയം അവിടെ വരുന്നു എന്നതിനെയാണ് അവർ എതിർത്തത്. എന്നാൽ ഇപ്പോൾ വന്നിരിക്കുന്ന CPMൻ്റെ പ്രസ്താവനയിലോ ശ്രീ സീതാറാം യെച്ചൂരിയുടെ പ്രസ്താവനയിലോ ആ ഒരു വിഷയത്തിനെപ്പറ്റി കമ എന്ന് 2 അക്ഷരം പറഞ്ഞിട്ടില്ല. എന്നുവെച്ചാൽ സുപ്രീം കോടതി വിധിയിൽ പോലും വിമർശന വിധേയമായിട്ടുള്ള ചില ഭാഗങ്ങളുണ്ടായിരുന്നുവെന്ന് മുൻപ് അഭിപ്രായമുണ്ടായിരുന്ന CPMന് ഇപ്പോൾ ആ അഭിപ്രായം ഇല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ പിന്നെ അവർ പറയുന്ന ഒരേ ഒരു കാര്യം വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യമാണ് മതവിശ്വാസം എന്നതും അതിൽ സ്റ്റേറ്റിന് യാതൊരു വിധത്തിലുള്ള പങ്കും ഉണ്ടായിരിക്കാൻ പാടില്ല എന്നുള്ളതുമാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് CPMകാരോടും ശ്രീ സീതാറാം യെച്ചൂരിയോടും പറയാനുള്ളത്, ഇത് തീർച്ചയായിട്ടും വ്യക്തിപരമായിട്ടുള്ള ഒരു വിശ്വാസത്തിൻ്റെ കാര്യമാണ്. അതിൽ സ്റ്റേറ്റിന് യാതൊരു വിധത്തിലുള്ള കാര്യവുമില്ല. കാരണം അയോധ്യയിലെ കാര്യങ്ങളെല്ലാം തന്നെ നടത്തുന്നത് സുപ്രീം കോടതി കൂടി പറഞ്ഞ് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ട്രസ്റ്റിൻ്റെ മേൽനോട്ടത്തിലാണ്. അതിൽ സർക്കാരിന് പ്രത്യേകിച്ച് യാതൊരു വിധത്തിലുള്ള പങ്കുമില്ല. ആ ചടങ്ങിലേക്ക് പങ്കെടുക്കാൻ ഹിന്ദുമത വിശ്വാസിയായ പ്രധാനമന്ത്രിയെ ക്ഷണിക്കുന്നു, അദ്ദേഹം അതിൻ്റെ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് മാത്രമാണ് അതിലുള്ളത്. തന്നെയുമല്ല, ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ വന്നിരിക്കുന്ന ഒരാളാണ് ശ്രീ നരേന്ദ്രമോദി. അദ്ദേഹം ദൈവവിശ്വാസമുള്ള ഒരു ഹിന്ദുവാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ വിശ്വാസത്തിന് അനുസൃതമായി ആ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകേണ്ട കാര്യവുമില്ല. എന്നാൽ ഇവിടെ CPMൻ്റെ ചില ഇരട്ടത്താപ്പുകൾ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. അതിലൊന്നാമത്തെ കാര്യം, മതവിശ്വാസം എന്നത് വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യമാണ്, അതിൽ സ്റ്റേറ്റിന് യാതൊരു വിധത്തിലുള്ള പങ്കും ഉണ്ടാകേണ്ട എന്ന് പറയുമ്പോൾ CPMന് ആകെ അധികാരമുള്ള ഇന്ത്യൻ സംസ്ഥാനമായിട്ടുള്ള കേരളത്തിൽ എന്താണ് CPMൻ്റെ ഈ വിഷയത്തിലുള്ള നിലപാട്? സർക്കാരിന് കൂടി നിയന്ത്രണമുള്ള ദേവസ്വം ബോർഡിൻ്റെ ചുമതലയിലാണ് നമ്മുടെ നാട്ടിലുള്ള മിക്ക ഹൈന്ദവ ആരാധനാ കേന്ദ്രങ്ങളും. ഇത് ഒരു ഇരട്ടത്താപ്പായി CPMനോ ശ്രീ സീതാറാം യെച്ചൂരിക്കോ ഇതുവരെ തോന്നാത്തതെന്താണ്? എന്തുകൊണ്ടാണ് ഹൈന്ദവ ആരാധനാലയങ്ങൾ സ്റ്റേറ്റിൻ്റെ കൺട്രോളിൽ നിന്ന് പൂർണ്ണമായും വിടുതൽ ചെയ്യണം എന്നൊരഭിപ്രായം ഇതുവരെ അദ്ദേഹത്തിനുണ്ടാകാത്തത്? വ്യക്തിപരമായ കാര്യം മാത്രമാണ് മതവിശ്വാസം എന്നിരിക്കെ എന്താണ് വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിൽ വിശ്വസിക്കുന്ന CPMകാർക്ക് ക്ഷേത്രഭരണത്തിൽ കാര്യം? ക്ഷേത്രങ്ങളെ സർക്കാർ നിയന്ത്രണത്തിൽ നിന്ന് മോചിപ്പിക്കാൻ തയ്യാറല്ല എങ്കിൽ ചുരുങ്ങിയ പക്ഷം CPMകാരനല്ലാത്ത ഒരാൾക്ക് ദേവസ്വം വകുപ്പ് കൈമാറ്റം ചെയ്യുകയെങ്കിലും വേണം. അവരുടെ ഘടകകക്ഷികളിൽ തന്നെ മതവിശ്വാസത്തിനും ഈശ്വരവിശ്വാസത്തിനും ഒന്നും എതിരല്ലാത്ത എത്രയോ ആൾക്കാരുണ്ടായിരിക്കും എന്നുള്ളത് ചിന്തിക്കുക. ഇനി രണ്ടാമത്, മതവിശ്വാസം എന്നത് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് പറയുമ്പോൾ എന്താണ് ദേവസ്വം മന്ത്രിക്ക് ശബരിമലയിൽ കാര്യം എന്നുള്ള ഒരു ചോദ്യം കൂടിയുണ്ട്. ശ്രീ K രാധാകൃഷ്ണൻ ഒരു ഈശ്വരവിശ്വാസിയല്ല. എന്നാൽ പലപ്പോഴും അദ്ദേഹം ശബരിമലയിൽ പോകാറുണ്ട്. അവിടെ നടയ്ക്ക് മുന്നിൽ അദ്ദേഹം നിൽക്കാറുണ്ട്. എന്നാൽ അദ്ദേഹം ശ്രീകോവിലിലേക്ക് നോക്കി കൈതൊഴാറില്ല. അവിടെ നിന്ന് കിട്ടുന്ന തീർത്ഥമോ മറ്റു പ്രസാദങ്ങളോ അദ്ദേഹം ഉചിതമായ രീതിയിൽ സ്വീകരിക്കാറുമില്ല. ഞാൻ ചോദിക്കുന്നത്, പ്രോട്ടോകോൾ അനുസരിച്ച് ഒരു മന്ത്രി ശബരിമലയിൽ പോയി നട തുറക്കുന്ന സമയത്ത് അവിടെ നിൽക്കണമെന്നുണ്ടോ? അങ്ങനെയില്ല. എങ്കിൽ പിന്നെ പൂർണ്ണമായും വ്യക്തിപരമായിട്ടുള്ള മതവിശ്വാസം പുലർത്തേണ്ടുന്ന ഒരാൾ നിൽക്കേണ്ടുന്ന സ്ഥലത്ത് എന്തിനാണ് സ്റ്റേറ്റിൻ്റെ ഭാഗമായിട്ടുള്ള വിശ്വാസിയല്ലാത്ത ഒരാൾ, ഒരു മന്ത്രി അവിടെ പോയി നിൽക്കുന്നത്? അതുകൊണ്ട് ശ്രീ യെച്ചൂരി ഏറ്റവും ചുരുങ്ങിയത് ചെയ്യേണ്ടത് ശ്രീ K രാധാകൃഷ്ണനോട് ക്ഷേത്രത്തിന് വിശ്വാസമില്ല എങ്കിൽ, മതവിശ്വാസമില്ല എങ്കിൽ, ഈശ്വരവിശ്വാസമില്ല എങ്കിൽ ക്ഷേത്രങ്ങളുടെ മുന്നിൽ പോയി നട തുറക്കുന്ന സമയത്ത് മറ്റൊരാളിൻ്റെ അവസരം ഇല്ലാതാക്കിക്കൊണ്ട് ക്ഷേത്രവിശ്വാസങ്ങൾക്ക് വിരുദ്ധമായ രീതിയിൽ അവിടെ നിൽക്കാൻ പാടില്ല എന്നെങ്കിലും പറയുകയാണ്. ഇങ്ങനെയുള്ള ഇരട്ടത്താപ്പുകളുടെ ഒരു ഘോഷയാത്രയായിട്ട് CPMൻ്റെ പല മതനിരപേക്ഷ നിലപാടുകളും മാറുന്നത് കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും CPMകാർ തങ്ങളുടെ ഇത്തരത്തിലുള്ള നിലപാടുകളിലെ വൈരുദ്ധ്യാത്മകത തിരിച്ചറിയണമെന്നും അതിൽ ഉചിതമായിട്ടുള്ള ഭേദഗതികൾ വരുത്തണമെന്നും അവരോട് ഈശ്വരൻ്റെ നാമത്തിൽ അപേക്ഷിക്കുകയാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ജയ് ഹിന്ദ്.